മിനിസ്റ്റർ, ഞാനിപ്പോൾ ഡോക്ടർ മനോജിനോട് പറയാൻ ശ്രമിച്ച കാര്യം താങ്കളോടും പറയണം. ഒരു മലയാളിയെ സംബന്ധിച്ച്, അത് കേരളത്തിൽ താമസിക്കുന്ന ആളായാലും പുറത്തുള്ള ആളായാലും, വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോകേണ്ടി വരാത്തതായിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. അത്രമേൽ ജനങ്ങളുടെ ജീവിതവുമായി ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കാലതാമസം വലിയ തോതിൽ പഴി കേൾക്കുന്നതും കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെയാണ്. അവിടെയാണ് ഒരു വലിയ മാറ്റത്തിലേക്ക് പോകുന്നത്. എൻ്റെ ചോദ്യം, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റവും കൃത്യമായി ബോധ്യപ്പെടുന്നതും എന്തൊരാശ്വാസം, ഇത് കുറച്ചുകൂടെ നേരത്തെ വേണ്ടതായിരുന്നില്ലേ എന്ന ആളുകൾ ചിന്തിക്കും വിധത്തിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിലേക്കാണോ കേരളത്തെ പൊതുവിൽ കൊണ്ടുചെന്നെത്തിക്കുക? ശ്രീ എം പി രാജേഷ്. ഇത് മലയാളിയുടെ ജീവിതത്തെ വിപ്ലവകരമായിട്ട് മാറ്റിമറിക്കുന്നതാണ്. തദ്ദേശ ഭരണത്തെ അടിമുടി അതിൻ്റെ അലകും പിടിയും മാറ്റാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം ഈ തദ്ദേശ ഭരണത്തിൻ്റെ കാര്യക്ഷമത, ജനങ്ങൾക്ക് സേവനം നൽകുന്നതിൻ്റെ കാര്യക്ഷമത, അതിനെ വലിയ തോതിൽ മെച്ചപ്പെടുത്തുന്നതാണ്. അപ്പം ആ നിലയിലുള്ളൊരു സാങ്കേതിക കുതിപ്പാണ് നമ്മളിന്ന് കൈവരിച്ചിട്ടുള്ളത്. സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ ഭരണനിർവഹണത്തെ മെച്ചപ്പെടുത്താനും ജനങ്ങൾക്ക് ജീവിതം അനായാസമാക്കാനും ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാട് ഇന്ന് പ്രായോഗികമാക്കിയിരിക്കുകയാണ്. ഈ പറഞ്ഞതൊന്നും ഒട്ടും അതിശയോക്തിയല്ല. കാരണം ഇത് തെളിയിച്ച കാര്യമാണ്. 2024 ജനുവരി 1 മുതൽ കെ സ്മാർട്ട് നമ്മൾ നഗരസഭകളിൽ നടപ്പാക്കുകയുണ്ടായി. 93 നഗരസഭകളിൽ. അന്ന് തുടക്കത്തിൽ വന്നിട്ടുള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ, കോലാഹലങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നു. കെ സ്മാർട്ട് അവതാളത്തിലാണ് എന്ന് വ്യാപകമായ പ്രചരണങ്ങൾ വന്നു. അത് കുറച്ച് സ്വാഭാവികമായിട്ട് വന്നു, നിഷ്കളങ്കമായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ആസൂത്രിതമായിട്ടും വന്നു. ആസൂത്രിതമായ ചില പ്രവർത്തനങ്ങളും ഇതിനെതിരായിട്ടന്ന് വന്നിരുന്നു. എന്തായാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വിമർശനം ഉന്നയിച്ചവരെല്ലാം കെ സ്മാർട്ടിൻ്റെ മികവിനെക്കുറിച്ച് പറയാൻ തയ്യാറായി എന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പരാതിയും പഴിയും തദ്ദേശ സ്ഥാപനങ്ങളെക്കുറിച്ച് കേൾക്കുമായിരുന്നു. ലക്ഷക്കണക്കിന് അപേക്ഷകൾ, പരാതികൾ ഒക്കെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതിൽ 1% പരാതിക്കിടയാക്കിയാൽ തന്നെ, 1% അഴിമതിക്കിടയാക്കിയാൽ തന്നെ അതൊരു വലിയ നമ്പറാണ്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ കെ സ്മാർട്ട് നടപ്പാക്കി കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ നഗരസഭകളിൽ മാത്രം കൈകാര്യം ചെയ്തത് 35 ലക്ഷം ഫയലുകളാണ്. ആ 35 ലക്ഷത്തിൽ 1% അഴിമതിക്ക് ഇടയാക്കിയാൽ എത്രയായിരിക്കും? അത് 35,000 വരും. അപ്പോൾ അത്ര വലിയ വ്യാപ്തിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളത്. അവിടെയാണ് ഇപ്പോൾ ഫയൽ തീർപ്പാക്കുന്നതിൽ, സേവനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിൽ ഒക്കെ അതിവേഗം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനിന്നവിടെ അധ്യക്ഷ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു. മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഉടൻ എനിക്ക് വാട്സാപ്പിലൊരു പരാതി, മാസങ്ങളായിട്ട് ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിച്ച് കിട്ടാത്തൊരാളുടെ പരാതി. ഒരു നഗരസഭയെക്കുറിച്ച് ആ പരാതിയിൽ പറഞ്ഞത്, അതിനകത്ത് കയറിയാൽ, ഒരിക്കൽ കയറിയാൽ ഒരു പന്നിപ്പടക്കമെങ്കിലും എറിയാതെ തിരിച്ചിറങ്ങാൻ തോന്നില്ല എന്നാണ്. അത്ര രോഷത്തോടു കൂടിയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ 9 സെക്കൻഡ് കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് 3200 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതാണെങ്കിൽ 9 സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന നില കൈവന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്ലാൻ ചട്ടപ്രകാരമാണെങ്കിൽ സബ്മിറ്റ് ചെയ്താൽ 9 സെക്കൻഡിൽ പെർമിറ്റ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് കിട്ടും. പ്ലാൻ ചട്ടപ്രകാരമായിരിക്കണം. ചട്ടലംഘനമുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ചട്ടപ്രകാരമാണെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്താൽ ഉടൻ പെർമിറ്റ് കിട്ടുകയാണ്. മുമ്പ് മാസങ്ങളെടുത്തിരുന്ന കാര്യമാണ്. വിവാഹ രജിസ്ട്രേഷൻ്റെ കാര്യം കൈരളിയുടെ തന്നെ ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി. ഇന്ന് അവിടെ വെച്ച് വീഡിയോ eKYC വഴി രജിസ്ട്രേഷൻ നടത്തി സർട്ടിഫിക്കറ്റ് അപ്പോൾ തത്സമയം കൈമാറിയ ദമ്പതികളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടുള്ളൊരു വാർത്ത കാണുകയുണ്ടായി. 63,000 വിവാഹം കഴിഞ്ഞൊരു വർഷം കേരളത്തിലെ നഗരസഭകളിൽ രജിസ്റ്റർ ചെയ്തതിൽ 21,000 വീഡിയോ eKYC പ്രകാരമാണ്. ഭാര്യ മാനന്തവാടിയിലും ഭർത്താവ് കാനഡയിലും ഇരുന്ന് വിവാഹം രജിസ്റ്റർ ചെയ്ത വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി.
വിപ്ലവകരമായിട്ടൊരു മാറ്റമല്ലേ ഇതൊക്കെ. അതുപോലെ നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറുണ്ട് കെ സ്മാർട്ട് ആപ്ലിക്കേഷന്. നോ യുവർ ലാൻഡ് എന്ന ഫീച്ചർ ഈ മൊബൈൽ ഫോണും ആയിട്ട് നിങ്ങളുടെ ഭൂമിയിൽ ഒന്ന് നടന്നു വന്നാൽ ആ ഭൂമിയിൽ അനുവദനീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്, അത് എയർപോർട്ട് സോണിൽ വരുമോ, റെയിൽവേ സോണിൽ വരുമോ, CR സെറ്റിൽ വരുമോ എന്ന കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്തരം മേഖലകളിലെല്ലാമുള്ള ഭൂമി പോയി വാങ്ങി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാവില്ല. ലൈസൻസ് നിങ്ങൾക്ക് പുതുക്കാൻ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾ മതി. സെൽഫ് ഡിക്ലറേഷൻ വഴി സബ്മിറ്റ് ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ ലൈസൻസ് പുതുക്കാൻ പറ്റും. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. ഇന്ന് എൻ്റെ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അവിടെ എടുത്ത് കാണിക്കുകയുണ്ടായി. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വിപ്ലവകരമായിട്ടൊരു മാറ്റമാണ്. ജനന മരണ രജിസ്ട്രേഷനുകൾ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭ്യമാവുകയാണ്. അപ്പോൾ ഓഫീസിലേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്ന പ്രയോഗം ഇനി കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എന്തായാലും ഉണ്ടാവില്ല. കാരണം ആരും ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. സർക്കാർ ഉദ്ദേശിക്കുന്നത് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ആരും അവരുടെ സേവനം അല്ലെങ്കിൽ അവകാശം നേടാൻ ചെല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുക. കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തെവിടെ ഇരുന്നും കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിലെയും ഏത് സേവനവും നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാവുമെന്നതാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഇത് കഴിഞ്ഞ ഒരു വർഷം വിജയകരമായി നാം നഗരസഭകളിൽ നടപ്പാക്കി ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും അത് വ്യാപിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. ഓഫീസ് സമയത്തെ പൊളിച്ചെഴുതി. ഇപ്പോൾ 10 to 5 എന്ന ഓഫീസ് സമയം മാറി. ജീവനക്കാർക്ക് വീട്ടിൽ പോയിട്ട് അവർക്ക് സൗകര്യമുള്ള സമയത്തും ഫയലുകൾ തീർപ്പാക്കാം. അങ്ങനെ തീർപ്പാക്കിയ 4 ലക്ഷത്തോളം ഫയലുകളുണ്ട്. 4 ലക്ഷത്തോളം ഫയലുകൾ രാത്രി 10 മണിക്ക് രാവിലെ 6 മണിക്കിടയിൽ തീർപ്പാക്കിയതുണ്ട്. 1.5 ലക്ഷത്തിലധികം ഫയലുകൾ അവധി ദിനങ്ങളിൽ തീർപ്പാക്കിയത്, സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തതുണ്ട്. വിഷു, ഓണോ, തിരുവാതിര എന്നൊന്നും പ്രശ്നമില്ല. അവധി ദിനങ്ങളിലും സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യാം വേണമെങ്കിൽ. 24 മണിക്കൂറിനകം തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം 10 ലക്ഷമാണ്. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റത്തിലേക്കാണ് ഇത് നയിക്കുന്നത്. അല്ല, അതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം മുനിസിപ്പാലിറ്റികളിൽ നഗര കേന്ദ്രീകൃതമായി മാത്രം തദ്ദേശ സ്ഥാപനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതിൽ നിന്നുമാണ് ഈ കണക്ക്. ഇതിന് ഈ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്കും ഒക്കെ വ്യാപിപ്പിക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നൊരു മാറ്റത്തെ സംബന്ധിച്ചൊരു കണക്കുകൂട്ടൽ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കൾക്കുണ്ടാകുമല്ലോ. രാവിലെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു IAS ഞങ്ങളുടെ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പഴക്കം ചെന്ന ജനന സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. കാരണം എപ്പോഴും അലട്ടുന്നത് ഇത്തരം പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അപ്പോൾ അത്തരം പല ചോദ്യങ്ങളും വന്നു. വിവരാവകാശം വഴി ചോദിക്കാൻ പറ്റുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിലേക്കൊക്കെ പോകാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ കെ ഫോൺ പോലെ ഈ സർക്കാരിൻ്റെ 2016 തുടങ്ങിയ ഒരു സർക്കാരിൻ്റെ പൊതുവായ കാഴ്ചപ്പാടുകളുടെ ഒരു തുടർച്ചയിൽ നിന്നുകൊണ്ടാണോ ഇത്ര വലിയൊരു സാധ്യതയിലേക്ക് ഇപ്പോൾ ഈ 2025 പോകാനായത് എന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ ഇക്കാര്യങ്ങളിലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് ഇടവരുത്തുമോ? നമുക്ക് മുമ്പിൽ മാതൃകകളില്ല നമ്മുടെ രാജ്യത്ത്, സംസ്ഥാനങ്ങളിൽ. നമ്മളാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്നത്. ഇതും അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, 1948 മുതലുള്ള എല്ലാ രേഖകളും ഇപ്പോൾ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ 48 മുതലുള്ള ഏതാണ്ട് 2 കോടി ഫയലുകൾ ഇപ്പോൾ ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞു, ഈ സംവിധാനത്തിലേക്ക്. എൻ്റെ ലഭ്യമായ കണക്കനുസരിച്ച് 200 കോടി ഡോക്യുമെൻറ്റ്സ് പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു എഫർട്ടാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത ഒന്ന് തന്നെയാണ്. വളരെ സർക്കാരിൻ്റെ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള റിവ്യൂ, പരിശോധന, ഇതിൻ്റെ വിലയിരുത്തലുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമയബന്ധിതമായിട്ട് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. നവംബർ 1 നടപ്പാക്കാൻ കഴിയുമായിരുന്നു. നവംബർ 1 പഞ്ചായത്തിൽ കൊണ്ടുവരാൻ തയ്യാറായിരുന്നു. പക്ഷേ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാവുന്ന ചില സങ്കീർണതകൾ ആലോചിച്ച് അത് ഏപ്രിലിലേക്ക് മാറ്റിവെച്ചതാണ്. ഏപ്രിലാവുമ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ഈ അഴിമതിക്കിത് സാധ്യത ഇല്ലാതാക്കുന്നു എന്നതാണ്. ഇപ്പോൾ ആളുകൾ നേരിട്ട് ഓഫീസിൽ വരുമ്പോഴാണല്ലോ കൈക്കൂലിയുടെയും അഴിമതിയുടെയൊക്കെ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ഒരു ജീവനക്കാരനെയും പോയി കാണണ്ട, ഒരു ജീവനക്കാരൻ്റെയും മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കണ്ട, യാചിച്ച് നിൽക്കണ്ട. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ എടുത്ത്
കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ കയറിയാൽ ഏത് സേവനവും കിട്ടുമെങ്കിൽ പിന്നെ കൈക്കൂലി കൊടുക്കേണ്ട പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കോൺട്രാക്ടർമാർക്ക്, പഞ്ചായത്തിലൊരു വർക്ക് ഏറ്റെടുത്ത് നടത്തിയ കോൺട്രാക്ടർക്ക് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം കെ സ്മാർട്ടിൽ വികസിപ്പിച്ചിട്ടുണ്ട്. കെഫ്റ്റ് എന്ന പേരിൽ ഈ ഫണ്ട് ട്രാൻസ്ഫർ, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനം. അത് ഓൺലൈനായിട്ട് ബില്ല് സബ്മിറ്റ് ചെയ്താൽ മതി. നേരിട്ട് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഓൺലൈനായി സബ്മിറ്റ് ചെയ്താൽ 1 മണിക്കൂറിനകം അക്കൗണ്ടിൽ പണം എത്തും. അപ്പോൾ ബില്ല് മാറുന്ന സമയത്ത് ബന്ധപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക എന്ന പ്രശ്നം ഇനി ഉദിക്കുന്നില്ല എന്നർത്ഥം. ഇനി രാജ്യത്ത് മാതൃകയുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ ILGMS ഉണ്ടായിരുന്നു. ILGMSൻ്റെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ടൊരു വെർഷനാണ് കെ സ്മാർട്ട് എന്ന് പറഞ്ഞത്. ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്തുകളിൽ. പക്ഷേ മുനിസിപ്പാലിറ്റികളിൽ അതും ഉണ്ടായിരുന്നില്ല. മുനിസിപ്പാലിറ്റികൾ പൂർണ്ണമായിട്ടും പേപ്പർ ഫയലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അവിടെ തന്നെ നടപ്പാക്കിയത്. പഞ്ചായത്തിൽ നമുക്ക് നടപ്പാക്കുക കുറച്ചുകൂടി എളുപ്പമാണ്, എണ്ണം കൂടുതലാണ് എങ്കിലും, കാരണം അവിടെ ഓൺലൈൻ സംവിധാനം ഇത്രയും വികസിതമായ നിലയിൽ അല്ലെങ്കിലും നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയും നമ്മൾ തമ്മിൽ MOU ഒപ്പുവെച്ച് കഴിഞ്ഞല്ലോ ഇത് നടപ്പാക്കുന്നതിന്. മറ്റ് പല സംസ്ഥാനങ്ങളും നമ്മളെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഇതിനെ ഒരു മാതൃകാ പദ്ധതിയായിട്ട് എടുത്തിട്ടുണ്ട്. IKMനെ, ഈ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ എംപാനൽ ചെയ്തിട്ടുള്ള ഏക സർക്കാർ ഏജൻസി IKM ആണ് എന്നുകൂടി. ഇത് കെ സ്മാർട്ട് വികസിപ്പിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് അംഗീകാരം കിട്ടിയത്. ഇതും നമ്മൾ കാണണം. തീർച്ചയായും അത് ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾക്കൊക്കെ വലിയ അഭിമാനവും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യം തന്നെ. അത്ര ഗംഭീരമായ കാര്യങ്ങളാണ് ഈ കാലയളവിൽ നമ്മുടെ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾ വേണ്ടത് ഇതൊക്കെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.